കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 405 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാരിന്റെ ക്രിസ്മസ് പുതുവത്സര സമ്മാനം എത്തിയിരിക്കുകയാണ്. കേരള, കാലിക്കറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റികൾക്ക് 100 കോടി രൂപ വീതമാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത്. 11 കോളേജുകൾക്ക് 5 കോടി വീതം സഹായവും ലഭിക്കുന്നുണ്ട്. ഈ തുക അടിസ്ഥാന സൗകര്യ വികസനത്തിനും അധ്യാപക പരിശീലനത്തിനും അടക്കം ഉപയോഗിക്കാൻ സാധിക്കും. കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയം അതേപടി അംഗീകരിച്ചതോടെയാണ് PM ഉഷയിൽ, അതായത് പ്രധാനമന്ത്രി ഉച്ചതല സർവശിക്ഷ അഭിയാൻ, കേരളത്തിന് സഹായം അനുവദിച്ചിരിക്കുന്നത്. ചാൻസലറായ ഗവർണർ UGCയുമായും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രിയുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായും നിരന്തരം ഇടപെട്ടതിനെ തുടർന്നാണ് കേരളത്തിന് 405 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. ഇത്തവണ PM ഉഷയിൽ ഏറ്റവും അധികം പണം അനുവദിക്കുന്നത് കേരളത്തിനാണ്. കേന്ദ്ര വിദ്യാഭ്യാസ നയം അംഗീകരിക്കില്ല എന്നായിരുന്നു കേരളത്തിന്റെ ആദ്യ തീരുമാനം. തമിഴ്നാട് സമാനമായ തീരുമാനമെടുത്തിരുന്നു. 2 സംസ്ഥാനങ്ങളുടെയും അപേക്ഷ അപ്ലോഡ് ചെയ്യാൻ പോലും കേന്ദ്രം അനുവദിച്ചില്ല. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കണമെന്ന് കേരളം സത്യവാങ്മൂലം നൽകിയതോടെയാണ് ആദ്യം ഉറകിട്ടിരുന്ന കേന്ദ്രം പദ്ധതികൾ അപ്ലോഡ് ചെയ്യാൻ പോർട്ടൽ തുറന്നു നൽകിയത്. കേരള, MG, കാലിക്കറ്റ്, സംസ്കൃത, കണ്ണൂർ സർവകലാശാലകളിൽ 100 കോടി രൂപ വീതവും 250 സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ 5 കോടി വീതവുമുള്ള പദ്ധതികൾ നൽകിയിരുന്നു. രാജ്യത്താകെ 9 യൂണിവേഴ്സിറ്റികൾക്ക് 100 കോടി വീതം അനുവദിച്ചതിൽ 3 കേരളത്തിലാണ്. മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ് വിഭാഗത്തിൽ 3 സർവകലാശാലകൾക്ക് 100 കോടി രൂപ വീതം ലഭ്യമാകുന്നുണ്ട്. കേരള സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല, കണ്ണൂർ സർവകലാശാല എന്നിവയ്ക്കാണ് 100 കോടി രൂപ വീതം നൽകുന്നത്. ഉന്നത വിദ്യാഭ്യാസ കുതിപ്പിൽ കൂടുതൽ പിന്തുണയ്ക്കുന്നതിന് അർഹമായ മലബാറിന് പ്രത്യേക പരിഗണന നൽകുമെന്ന നയത്തിന്റെ ഭാഗമാണ് കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകൾക്ക് ഇത്രയും തുക ലഭ്യമാക്കിയിരിക്കുന്നതെന്ന് മന്ത്രി ബിന്ദു പറഞ്ഞു. ഗ്രാൻസ് ടു സ്ട്രെങ്തൻ യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ MG സർവകലാശാലയ്ക്ക് 20 കോടി രൂപ ലഭിക്കും. ഗ്രാൻസ് ടു സ്ട്രെങ്തൻ കോളേജസ് വിഭാഗത്തിൽ 11 കോളേജുകൾക്ക് 5 കോടി രൂപ വീതം ലഭിക്കും. ജെൻഡർ ഇക്വേഷൻസ് ആൻഡ് ഇക്വിറ്റി വിഭാഗത്തിൽ വയനാട്, പാലക്കാട്, തൃശൂർ ജില്ലകൾക്ക് 10 കോടി രൂപ വീതം ലഭിക്കും. മൊത്തം ഫണ്ടിംഗ് തുകയുടെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ് ചെലവഴിക്കുക. സനാതനധർമ്മ കോളേജ് ആലപ്പുഴ, മാറമ്പള്ളി MES കോളേജ്, കളമശ്ശേരി സെന്റ് പോൾസ് കോളേജ്, മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ്, ഉദുമ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ്, കോഴിക്കോട് സാമൂറിൻ ഗുരുവായൂരപ്പൻ കോളേജ്, മണ്ണാർക്കാട് MES കല്ലടി കോളേജ്, പത്തനംതിട്ട കാത്തലിക്കേറ്റ് കോളേജ്, എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജ്, മുട്ടിൽ WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവയ്ക്കാണ് 5 കോടി രൂപ നൽകുന്നത്. മികവ് വളർത്തിയെടുക്കുന്നതിലൂടെ വിദ്യാഭ്യാസത്തെ തുല്യത വർദ്ധിപ്പിക്കുന്നതിലൂടെയും സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ ആവാസ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയാണ് PM ഉഷ പദ്ധതിക്ക് കീഴിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തുക പങ്കിട്ട് നടപ്പാക്കുന്ന ഈ സംരംഭങ്ങൾ. PM ഉഷ പദ്ധതിയിൽ 194 കോടി രൂപയും റൂസ റൺ പദ്ധതിയിൽ 386 കോടി നേടിയെടുത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പാശ്ചാത്യ സൗകര്യ വികസനത്തിൽ വൻ കുതിപ്പ് കേരളം നേടിയെടുത്തിരുന്നു. ഈ മുന്നേറ്റത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുൻഘട്ടങ്ങളെ അപേക്ഷിച്ച് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന തുക കേരളത്തിന് കിട്ടിയതെന്ന് മന്ത്രി ബിന്ദു പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും മികച്ച 200 കോളേജുകളിൽ 42 കേരളത്തിൽ നിന്നാണിപ്പോൾ. ആദ്യത്തെ 100-ൽ 16 കോളേജുകൾ കേരളത്തിലുണ്ട്. രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് രാജ്യത്തെ മികച്ച 20ാമത്തെയും തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ് 22ാമത്തെയും കോളേജുകളായി ഉയർന്നു വന്നിട്ടുണ്ട്. ആഗോള പ്രശസ്ത റാങ്കിംഗ് ഏജൻസിയായ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിൽ മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് രാജ്യത്ത് 3ാം സ്ഥാനത്തും ഏഷ്യയിൽ 134ാം സ്ഥാനത്തും കരസ്ഥമാക്കിയതും ഇതേ മികവിന്റെ അടിസ്ഥാനത്തിലാണ്. QS റാങ്കിങ്ങിന്റെ ഏഷ്യൻ പട്ടികയിൽ കേരള സർവകലാശാലയ്ക്ക് 339ാം സ്ഥാനം ലഭിച്ചപ്പോൾ ലോകത്തെ മികച്ച 1000 സർവകലാശാലകളിൽ കൊച്ചിൻ സർവകലാശാലയും ഉയർന്നു നിൽക്കുകയാണ്. പ്രഥമ ടൈംസ് എഡ്യൂക്കേഷൻ ഇന്റർ ഡിസിപ്ലിനറി റാങ്കിങ്ങിലും കൊച്ചി സർവകലാശാല ഇടം നേടിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന റൂസ പദ്ധതിയാണ് PM ഉഷ പ്രധാനമന്ത്രി ഉച്ചതല സർവശിക്ഷ അഭിയാൻ ആക്കിയത്. പദ്ധതിയിൽ 60% കേന്ദ്രത്തിന്റെ 40% സംസ്ഥാനത്തിന്റെ വിഹിതമാണ്. നേരത്തെ 20ഉം 50ഉം കോടിയായിരുന്ന സർവകലാശാലകൾക്കുള്ള സഹായം ഇത്തവണ 100 കോടി ആക്കിയിരിക്കുകയാണ്. കോളേജുകൾക്ക് 2 കോടിയായിരുന്നത് 5 കോടിയുമാക്കി. കേന്ദ്ര നയം അംഗീകരിച്ച് ധാരണാപത്രം ഒപ്പിടാൻ വൈകിയതിനാൽ ആദ്യഘട്ടത്തിൽ കേരളത്തെ പദ്ധതിയിൽ പരിഗണിച്ചിരുന്നില്ല.